ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭാ ചരിത്രം രണ്ടാം ഭാഗം. പാസ്റ്റർ പോളിൻ്റെ നേതൃത്വത്തിലുള്ള സിലോൺ പെന്തക്കോസ്ത് മിഷനുമായി പാസ്റ്റർ കെ.ഇ. ഏബ്രഹാമിൻ്റെയും കെ.സി. ചെറിയാൻ്റെയും സംഘടനയായ തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. പാസ്റ്റർ പോളിൻ്റെ നിർദ്ദേശങ്ങളും സഹായങ്ങളും പല ഘട്ടങ്ങളിലും ഈ സഭയെ വഴി നടത്തിയിട്ടുണ്ട്. തിരിച്ച് തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭാ നേതാക്കന്മാരെ വിളിച്ച് കേരളത്തിലും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും സിലോണിലും മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. സിലോൺ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ശ്രീലങ്കയിലെ ജാഫ്നയിൽ സിലോൺ പെന്തക്കോസ്ത് മിഷൻ്റെ പ്രധാന കൺവെൻഷനിൽ മുഖ്യ പ്രസംഗകരായി ക്ഷണിച്ചിരുന്നത് പാസ്റ്റർ കെ.ഇ. ഏബ്രഹാമിനെയും കൊടുന്തറ ഉമ്മച്ചൻ എന്ന കെ.സി. ഉമ്മനെയുമായിരുന്നു. മറ്റൊരു സന്ദർഭത്തിൽ കെ.സി. ചെറിയാനും അവിടെ വിവിധ യോഗങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ആദ്യകാല തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ നേതാക്കന്മാർക്കെല്ലാം കൈവെപ്പ് ശുശ്രൂഷ നൽകിയതും പാസ്റ്റർ പോളായിരുന്നു. തിരുവനന്തപുരത്തെ പ്രശസ്തമായ ആറാമട ദൈവസഭയിലെ കൊച്ചുകുഞ്ഞു സന്യാസിയും കൂട്ടരും തെന്നിന്ത്യ പെന്തക്കോസ്ത് സഭയിൽ ചേരുവാനിടയായതിലും പാസ്റ്റർ പോളിൻ്റെ സ്വാധീനമുണ്ട്. ആറാമട സന്യാസി സഭയിൽ ചേർന്നതോടെ തിരുവനന്തപുരം മേഖലയിൽ പ്രസ്ഥാനത്തിന് ഒരു മേൽവിലാസമുണ്ടായി. സുവിശേഷകൻ മർക്കോസ് ആയിരുന്നു തിരുവനന്തപുരത്തെ പ്രധാന പ്രവർത്തകൻ. ആറാമട കൊച്ചുകുഞ്ഞു സന്യാസിയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇവിടെ ഓർപ്പിക്കുന്നു. 1891 ജനിച്ചു. അധ്യാപകനായിരിക്കെ 1920 രക്ഷിക്കപ്പെട്ടു. കെ.ഇ. ഏബ്രഹാമിൻ്റെ കൈക്കീഴിൽ സന്യാസി സ്നാനമേറ്റു. അക്കാലത്ത് തെക്കൻ തിരുവിതാംകൂറിലെ അറിയപ്പെട്ടിരുന്ന ഒരു പെന്തക്കോസ്ത് സുവിശേഷകനായിരുന്നു കൊച്ചുകുഞ്ഞു സന്യാസി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി നിരവധി സഭകൾ തെക്കൻ തിരുവിതാംകൂറിൽ ഉടലെടുത്തു. സുവിശേഷ വേലയ്ക്കും സഭാപരിപാലനത്തിനും വിവാഹം തടസ്സമാണെന്ന് കരുതുന്ന കൊച്ചുകുഞ്ഞു സന്യാസി താമസിക്കുന്നതിനും ധ്യാനത്തിനുമായി തിരുവനന്തപുരം ആറാമടയിൽ കർമ്മേൽ ആശ്രമം ആരംഭിച്ചു. മലങ്കര വിയോജിത പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിന്ന കൊച്ചുകുഞ്ഞു സന്യാസി 1927 തൻ്റെ സിലോൺ യാത്രയ്ക്ക് ശേഷമാണ് പെന്തക്കോസ്ത് വിശ്വാസം സ്വീകരിക്കുന്നത്. അവിടെ പാസ്റ്റർ പോളിനെ കണ്ടിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം പെന്തക്കോസ്ത് വിശ്വാസിയാകുന്നത്. തെക്കൻ തിരുവിതാംകൂറിലെ പെന്തക്കോസ്ത് പ്രചരണം ലക്ഷ്യമാക്കി അദ്ദേഹം വലിയ യോഗങ്ങൾ സംഘടിപ്പിക്കുമായിരുന്നു. ഈ യോഗങ്ങളിൽ പാസ്റ്റർ കെ.ഇ. ഏബ്രഹാം പ്രസംഗിച്ചിട്ടുണ്ട്. ആ യോഗങ്ങൾ നടത്താൻ കർമ്മേൽ ആശ്രമത്തിന് സമീപത്തായി കൂടാരപ്പള്ളി സന്യാസി പണി കഴിപ്പിച്ചിരുന്നു. 1000-ഓളം പേർക്ക് ഒരുമിച്ച് കൂടാനായിരുന്നു ഇത്. 1987 ഇത് തീ വെച്ച് നശിപ്പിക്കപ്പെട്ടു. 1930 മുതൽ കൊച്ചുകുഞ്ഞു സന്യാസി തെന്നിന്ത്യ ദൈവസഭയുമായി ബന്ധപ്പെട്ടു. 1957 ജൂൺ 18 അദ്ദേഹം നിത്യതയിൽ ചേർക്കപ്പെട്ടു. റാന്നി കീക്കുളൂർകാരനായ പാസ്റ്റർ പി.എം. ശമുവേൽ തൻ്റെ തിരുവനന്തപുരത്തുള്ള 17 സഭകളും തെന്നിന്ത്യ പെന്തക്കോസ്ത് സഭയോട് ചേർത്തതിലും പാസ്റ്റർ പോളിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നു. കുക്കുസായിപ്പിൻ്റെ നേതൃത്വത്തിലുള്ള മലങ്കര പൂർണ്ണ സുവിശേഷ ദൈവസഭയിൽ നിന്നും വേർപെടാനുള്ള തീരുമാനമെടുത്തതിന് പിന്നിലും പാസ്റ്റർ പോളിൻ്റെ സ്വാധീനമുണ്ടായിരിക്കാം. സ്ഥലം സഭകളുടെ സ്വാതന്ത്ര്യമില്ലായ്മയും ഗവൺമെൻറ് ജോലിക്കാർ തങ്ങളുടെ ജോലിക്ക് റിപ്പോർട്ട് കൊടുത്ത് മാസം തോറും ശമ്പളം വാങ്ങിക്കൊണ്ട് ജോലി ചെയ്യുന്ന പാശ്ചാത്യ മിഷൻ രീതിയോടുള്ള എതിർപ്പും കുക്കുസായിപ്പിനോടുള്ള ബന്ധം വിച്ഛേദിക്കുവാനുള്ള കാരണങ്ങളായി പാസ്റ്റർ കെ.ഇ. ഏബ്രഹാം പറയുന്നു. യാതൊരു സ്ഥലം സഭകളുടെ മേലും മാനുഷികമായ ഭരണനുകം വയ്ക്കുന്നതിനോ അവയുടെ നേരെ ജഡികമായ അധികാരം ചെലുത്തുന്നതിനോ ഞങ്ങൾ യത്നിച്ചിട്ടില്ല എന്നതിന് സ്ഥലം സഭകളും സാക്ഷികളാണ്. കുക്കുസായിപ്പ് സുവിശേഷ പ്രഭാഷകനിൽ മറുപടിയായി എഴുതി. 1930 കെ.ഇ. ഏബ്രഹാമിന് കൈവെപ്പ് ശുശ്രൂഷ ലഭിക്കണമെന്ന താൽപ്പര്യമുണ്ടായതിനെ തുടർന്ന് അക്കാലത്ത് സഹകരണ ബന്ധമുണ്ടായിരുന്ന പാസ്റ്റർ പോളിനെ പി.എം. ശമുവേലാണ് കുമ്പനാട്ടെ കെ.സി. ഉമ്മൻ്റെ വീട്ടിലെത്തിച്ചത്. അന്ന് കുമ്പനാട്ട് സഭാരാധന നടക്കുന്നത് കെ.സി. ഉമ്മൻ്റെ വീട്ടിലായിരുന്നു. അവിടെയാണ് പിൽക്കാലത്ത് ഹെബ്രോൻപുരം എന്നറിയപ്പെട്ടു തുടങ്ങിയത്. മാർച്ച് 6 ആ വീടിനോട് ചേർന്ന് പണി കഴിപ്പിച്ച ഷെഡിൽ വെച്ച് പാസ്റ്റർ പോൾ കെ.ഇ. ഏബ്രഹാമിന് ഓർഡിനേഷൻ നൽകി. തുടർന്ന് കേരളത്തിലും ഇന്ത്യയിലും സിലോണിലും വിവിധ യോഗങ്ങളിൽ തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭാ നേതാക്കളെ പങ്കെടുപ്പിക്കുമായിരുന്നു. സിലോണിലെ ജാഫ്നയിൽ നടന്ന ജനറൽ കൺവെൻഷനിൽ പാസ്റ്റർ കെ.ഇ. ഏബ്രഹാമും കെ.സി. ഉമ്മനും കടന്നുപോയി ശുശ്രൂഷിച്ചിരുന്നു. ചില മാസങ്ങൾക്ക് ശേഷം സിലോൺ പെന്തക്കോസ്ത് മിഷനിലെ പാസ്റ്റർ പോളും മറ്റൊരു ശുശ്രൂഷകനായ പാസ്റ്റർ ടൈറ്റസും ചേർന്ന് കുമ്പനാട്ട് വെച്ച് 8 പേർക്ക് കൂടി ഓർഡിനേഷൻ നൽകി. പി.എം. ശമുവേൽ, കെ.സി. ഉമ്മൻ, പൊടിമല മത്തായിച്ചൻ, പുതുപ്പറമ്പിൽ തോമാച്ചൻ, ചേത്തയ്ക്കൽ കീവർഗീച്ചൻ, വിളയിൽ മത്തായിച്ചൻ,
കാരംവേലിൽ മത്തായിച്ചൻ, വി തോമസ് എന്നിവരായിരുന്നു അവർ. ഇതിൽ പാസ്റ്റർ PM ശമൂവേലിനെ പൊതു ശുശ്രൂഷകനായും മറ്റുള്ളവരെ ലോക്കൽ ശുശ്രൂഷകന്മാരായി ഓർഡിനേഷൻ നൽകി. പാസ്റ്റർ KE എബ്രഹാമിൻ്റെ സന്തത സഹചാരിയായിരുന്ന KC ചെറിയാൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല. സിലോൺ പെന്തക്കോസ്ത് മിഷൻ്റെ യോഗങ്ങളിൽ സംബന്ധിക്കാനായി സിലോണിലായതായിരുന്നു കാരണം. 1931 ഓഗസ്റ്റ് 23 KC ചെറിയാന് ഓർഡിനേഷൻ നൽകി. പിന്നീട് മുളക്കടയിൽ നിന്ന് പാസ്റ്റർ KE എബ്രഹാം കുമ്പനാട്ടേക്ക് താമസം മാറ്റണമെന്ന കൊടുന്തറ ഉമ്മച്ചൻ എന്ന KC ഉമ്മൻ്റെയും AC ശാമുവേലിൻ്റെയും ആത്മാർത്ഥമായ അഭ്യർത്ഥനയെ തുടർന്ന് പാസ്റ്റർ KE എബ്രഹാം കുമ്പനാട്ടെ കിളിയമ്പാക്കൽ എന്ന ഭവനത്തിലേക്ക് വാടകയ്ക്ക് താമസം മാറി. കുക്ക് സാഹിബിൻ്റെ മലങ്കര പൂർണ്ണ സുവിശേഷ ദൈവസഭയ്ക്കും മേരി ചാപ്മാൻ കേരളത്തിൽ നേതൃത്വം നൽകുന്ന അസംബ്ലീസ് ഓഫ് ഗോഡിനും മൗണ്ട് സിയോൻ ബൈബിൾ സ്കൂൾ എന്ന പേരിലും ബെതേൽ ബൈബിൾ സ്കൂൾ എന്ന പേരിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് മാവേലിക്കരയിലും വേദപാഠശാലയുണ്ടായിരുന്നു. സ്വാഭാവികമായി തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് ഒരു വേദപാഠശാലയില്ല എന്ന പോരായ്മയുണ്ടായിരുന്നു. അങ്ങനെ പാസ്റ്റർ KE എബ്രഹാം വാടകയ്ക്ക് താമസിച്ചിരുന്ന കിളിയമ്പ്ലാക്കൽ ഭവനത്തിൽ വെച്ച് ബൈബിൾ ക്ലാസ്സുകൾ നടത്തി തുടങ്ങി. 1932 കൊടുന്തറ ഉമ്മച്ചൻ തൻ്റെ വീട് ഉൾപ്പെടെ 85 സെൻറ്റ് സ്ഥലം സഭയ്ക്ക് ദാനമായി നൽകിയതിനെ തുടർന്ന് കിളിയമ്പാക്കൽ ഭവനത്തിൽ നടന്നു വന്നിരുന്ന ബൈബിൾ ക്ലാസ് ഇവിടേക്ക് മാറ്റി ഹെബ്രോൻ ബൈബിൾ സ്കൂൾ എന്ന പേരും നൽകി. സഭയുടെ ജനറൽ കൺവെൻഷനും ഇവിടെ നടന്നു. എങ്കിലും ഈ കൺവെൻഷനൽ IPCയുടെ ജനറൽ കൺവെൻഷൻ്റെ തുടക്കമായി കരുതുന്നത്. 1925 തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എന്ന പേരിൽ ആരംഭിച്ച സഭയ്ക്ക് കെട്ടിടങ്ങൾ പണിയുന്നതിനും മറ്റുമായി മിഷണറിമാരെ സമീപിക്കുവാൻ KE എബ്രഹാമും കൂട്ടരും തീരുമാനിച്ചിരുന്നു. അങ്ങനെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ചുമതലയുള്ള മേരി ചാപ്മാൻ്റെ സഹായം തേടി. ചേത്തക്കൽ സഭയുടെ വസ്തു അസംബ്ലീസ് ഓഫ് ഗോഡ് സെക്രട്ടറിയുടെ പേരിൽ എഴുതിയാൽ സഹായം തരാമെന്ന് മേരി ചാപ്മാൻ നിലപാടെടുത്തു. കുക്കു സാഹിബ് ആ സമയം അമേരിക്കയിലായിരുന്നു. മേരി ചാപ്മാൻ്റെ ഈ നിലപാട് പാസ്റ്റർ KE എബ്രഹാമിനും കൂട്ടർക്കും സ്വീകാര്യമായിരുന്നില്ല എന്ന് മാത്രമല്ല, മേരി ചാപ്മാനുമായുള്ള സഹകരണ ബന്ധങ്ങൾ ഏതാണ്ട് അവസാനിച്ച സമയത്താണ് റാന്നി ഇട്ടിയപ്പാറ കളക്കാട്ട് പുരയിടം എന്ന സ്ഥലത്ത് തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കൺവെൻഷൻ നടന്നത്. ഈ കൺവെൻഷനെ പിൽക്കാലത്ത് IPCയുടെ ആദ്യ ജനറൽ കൺവെൻഷനായി കണക്കാക്കുന്നു. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.